ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വർണ്ണാനാമർത്ഥസംഘാനാം രസാനാം ഛന്ദസാമപി മംഗളാനാം ച കർത്താരൗ വന്ദേ വാണീവിനായകൗ. വക്രതുണ്ടമഹാകായ സൂര്യകോട്ടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ബ്രാഹ്മണേഭ്യോ മഹദ്ഭ്യശ്ച വേദവിദ്ഭ്യോ വിശേഷതഃ പുരാണശാസ്ത്രവിദ്ഭ്യശ്ച സർവേഭ്യോ വൈ നമോ നമഃ. ഭവന്തഃ സർവജ്ഞാഃ സകലഭുവനേരൂഢയശസോ വയം താവദ്ബാലാഃ സരസവചനേനൈവ നിപുണാഃ. തഥാപീയം വാണീ വിശതു ഭവതാം കർണകുഹരേ കിശോരസ്യാലാപഃ ഖലു ഭവതി പിത്രോരതിമുദേ. വിദ്വന്നദീവ്രാതസഹസ്രപൂർണം തഥാ സഹസ്രപ്രഭുരത്നപൂർണം വേദാന്തവാക്യാർത്ഥതരംഗലോലം സഭാസമുദ്രം പ്രണമാമി മൂർധ്നാ. വിദിതചതുരഭാഷാ ഭാരതീ ബാലഭൂഷ വ്യപഗതബഹുദോഷാ ചന്ദ്രികോദ്യന്മനീഷാ ഹൃദയതിമിരപൂഷാ ജ്ഞാനവിദ്യാവിശേഷ മമ ഭവതു സുതോഷാ ഹൈന്ദവാനാം സഭേഷാ. യേനേരിതാ പ്രവർത്തന്തെ പ്രാണിനസ്വേഷു കർമ്മസു തം വന്ദേ പരമാത്മാനം സ്വാത്മാനം സർവദേഹിനാം. യസ്യ പാദാംശു സംഭൂതം വിശ്വം ഭാതി ചരാചരം പൂർണ്ണാനന്ദം ഗുരും വന്ദേ തം പൂർണ്ണാനന്ദവിഗ്രഹം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആമുഖത്തിൽ രമേശ മാഷ് പറഞ്ഞു ഋഷഭദേവൻ്റെ ഉപദേശമാണ്. മക്കളെയും ബാക്കിയുള്ള പണ്ഡിതന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഉപദേശം അത് 3 തരത്തിലായിട്ട് മൊത്തത്തിലെടുക്കുമ്പോൾ പറയും. ആദ്യം മോക്ഷത്തിലേക്കുള്ള വഴി അതെന്താണ്, 25 തരം അനുഷ്ഠാനങ്ങളിലൂടെ എങ്ങനെ പരമപദത്തെ പ്രാപിക്കാം, പിന്നീട് ഈശ്വരഭക്തന്മാരായിട്ടുള്ള ആളുകൾ എത്തരക്കാരാണ്, അവരുടെ മഹത്വം, ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഈ 3-ാമത്തെ ഭാഗമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ 18-ാമത്തെ ശ്ലോകം നമുക്കതൊന്ന് ചൊല്ലിയിട്ട് അതിലേക്ക് കയറാം. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പോവാം. കഴിഞ്ഞ ശ്ലോകത്തിൽ കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് അവിദ്യായാമന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം സഘൃണക്കുബുദ്ധിം പ്രയോജയേത് ഉത്പഥകം യഥാന്ധം. അതുവരെയാണ് നമ്മൾ നോക്കിയത്. അജ്ഞാനത്തിലാണ്ട് കിടക്കുന്ന കുബുദ്ധിയായിട്ടുള്ള മനുഷ്യനെ, അലഞ്ഞു നടക്കുന്ന മനുഷ്യനെ വീണ്ടും സ്വതവേ വിവരമില്ല, വീണ്ടും അവരെ വിവരക്കേടിലേക്ക് തള്ളിവിടാൻ ആരാണ് ശ്രമിക്കുക, നന്നാക്കാനേ ശ്രമിക്കൂ. അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം അടുത്തേക്ക് നോക്കാം. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തത് സ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേത് യസ് സമുപേത മൃത്യും. ചൊല്ലി നോക്കാം. ഞാൻ ആദ്യം ചൊല്ലും, അതിനുശേഷം ചൊല്ലി നോക്കാം. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത്
ദൈവം ന തത് സ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേദ്യഃ സമുപേത മൃത്യും. ഇനി ഒരു വരി ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒന്നിച്ചു ചൊല്ലാം. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത്. ദൈവം ന തത് സ്യാത് ന പതിശ്ച സസ്യാൻ ന മോചയേദ്യഃ സമുപേത മൃത്യും. അറിയുന്ന ആളുകളായതുകൊണ്ട് വീണ്ടും വീണ്ടും വായിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഒന്നിച്ചും ചൊല്ലി നോക്കുക. തുടങ്ങല്ലേ? കൂടെ തുടങ്ങാം. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത്. ദൈവം ന തത് സ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേദ്യഃ സമുപേത മൃത്യും. ചൊല്ലണ്ടല്ലോ, മുഷിയും അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കാം. നോക്കൂ, ഗുരുഹു ന സഹ സ്യാത് സ്വജനഃ ന സഹ സ്യാത് പിതാ സഹ ന സ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തത് സ്യാത്. ബാക്കിയൊക്കെ സഹ സഹ സ എന്ന് പറഞ്ഞ് ഇവിടെ തത്, കാരണം ദൈവം നപുംസകലിംഗത്തിലാവുകൊണ്ട് തത് എന്ന് പറയും. ന പതിഹി ച സഹ സ്യാത് ന മോചയേത് യഹ സമുപേത മൃത്യു. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ശ്ലോകം കിട്ടിയാൽ മുറിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ വേണ്ടത് വേണ്ടടുത്ത് പെറുക്കി വയ്ക്കുക. മുറിച്ചിട്ട് അങ്ങോട്ട് പോകരുത് അല്ലേ? അറ്റവും തലയും പാലും ഒക്കെ ചില കളയേണ്ടത് കളയണം, എടുക്കേണ്ടത് എടുക്കണം. വെണ്ടയ്ക്കൊക്കെ മുറുക്കുമ്പോൾ പ്രത്യേകിച്ചും അല്ലേ? അപ്പോൾ അങ്ങനെ പെറുക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെ പെറുക്കി വയ്ക്കും? യഹ സമുപേത മൃത്യും ന മോചയേത്. യഹ യഹ സഹ, ആരാണോ അയാൾ. ഒരു സെന്റൻസ് തുടങ്ങുക. യഹ ആരാണോ സമുപേത മൃത്യും ന മോചയേത്, മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ ശ്രമിക്കാത്തത്. ആരാണോ മരണത്തിലേക്ക്, ഇവിടെ മരണത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ജനിച്ചവനേന്ന് എടുക്കാം. അപ്പം നമ്മൾ ജനിച്ചു, മരണത്തിലേക്ക് നടക്കുകയല്ലേ? ജനിച്ചവനൊക്കെ മരണത്തിലേക്ക് നടക്കുക അല്ലാന്ന് പറയാൻ പറ്റുമോ? ഗംഭീരമായിട്ട് ജന്മദിനങ്ങളൊക്കെ ആഘോഷിക്കും നമ്മൾ. 15th ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. 20th ബർത്ത്ഡേ, ഇപ്പം നാളെ കണ്ടു 55th വിവാഹ വാർഷികം എൻ്റേത് എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താ ആഘോഷം! നാട്ടിലുള്ളവർക്കൊക്കെ 1500 പേർക്ക് ഊണ് വെച്ച് കൊടുത്തു. ഈ വിദ്വാൻ അറിയില്ല, ചാവാൻ പോവുകയാണ്. 55ാമത്തെ വാർഷിക, മരണത്തിലേക്ക് എടുക്കുകയാണ്. ദുഃഖിക്കുക വേണ്ടത് ഓരോ പിറന്നാളിലും അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ സമുപേത മൃത്യു എന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ അടുത്തെത്തിയവൻ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കണം. നമ്മളൊക്കെ തന്നെ നമ്മളൊക്കെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പേടിക്കൊന്നും വേണ്ട. അപ്പം അങ്ങനെ നമ്മളെ ന മോചയേത്, ആരാണോ മോചിപ്പിക്കാൻ ശ്രമിക്കാത്തത്, നമ്മളെ നേരെയാക്കാൻ ആർക്കാ പറ്റുക? അല്ല, അത് ചോദിക്കണമല്ലോ, ആർക്കാ പറ്റുക? നീ ആരാ എന്നെ ഉപദേശിക്കാൻ? എന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുമോ? ഞാനേ ഇന്നാളുടെ പേരക്കുട്ടിയാ, കണ്ടില്ലേ? വടക്കാഞ്ചേരി മുഴുവൻ വാങ്ങാനുള്ള സ്വത്ത് എൻ്റെ കയ്യിലുണ്ട്. എന്നെ നന്നാക്കാൻ നോക്കുക. നമ്മളൊക്കെ അങ്ങനെ തന്നെയാ. അപ്പോൾ നമ്മൾ നന്നാവണമെങ്കിൽ ആര് വിചാരിക്കണം? ആദ്യം ആര് വിചാരിക്കണം? സ്വയം ചിന്തിക്കണം, വേണ്ടേ?
അപ്പോൾ യഹ സമുപേത മൃത്യും നമോചയേത്, ആരാണോ മരണഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നെടുക്കാം പോരെ. അയാള് സഹ ഗുരുഹു ന സസ്യാത്, സഹ ഗുരുഹു ന സ്യാത്, തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരെ മരണഭയത്തിൽ നിന്നും മോചിപ്പിക്കാത്ത ഗുരുവല്ല. കിട്ടിയില്ലേ? അർത്ഥം കിട്ടിയോ? കണ്ടയിടത്തൊന്നും പോയി വീഴണ്ട. വേഷവും വാക്കും കണ്ട്, ഞാനടക്കമുള്ളവരുടെയാണ് പറയുന്നത്, വേഷവും വാക്കും കണ്ട് കാലിക്കലൊന്നും വീഴരുതേ, ഒരു സംശയമില്ല. ആളടുത്തറിയണം, പൊന്നുരച്ചു നോക്കണം. ഇതിപ്പോൾ അതാണ് വേഷം കിട്ടും. ഭാഗവതം പുസ്തകം ഗുരുവായൂരിന്ന് ഒരു സെറ്റ് ഇങ്ങോട്ട് വാങ്ങി ഒരധ്യായം വായിക്കാൻ പറ്റും എന്ന് കണ്ടാൽ 4 ആൾ കേമാണ് എന്ന അഭിപ്രായം പറഞ്ഞാൽ പിറ്റേ മാസം മുതൽക്ക് അയാൾ ആചാര്യനായി. സത്യല്ലേ? ആണോ? ഇതാണ് സമൂഹം. ഭാഗവത ദീക്ഷ വേണ്ട, മന്ത്രോപദേശം വേണ്ട, ഒന്നും വേണ്ട, ആചാര്യൻ. ഒരു ശാന്തിക്കാരനെയും കിട്ടി, ഒരു എന്താ പറയുക വായനക്കാരനെയും കിട്ടി, ഗംഭീരായി. 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നോക്കേണ്ടി വരും സദസ്സിൽ വെച്ചിട്ട്, പിന്നെ 2-ാം ദിവസം ആൾ മുങ്ങും. ശരിയല്ലേ? നമ്മളൊക്കെ അതുകൊണ്ട് 2006 പാരായണം തുടങ്ങിയിട്ട് 2025 എത്ര വർഷമായി? 19 വർഷമായി. എന്നും ആചാര്യസ്ഥാനത്ത് ഇതുവരെ കയറിയിരുന്നിട്ടില്ല. ഇപ്പോഴും വിളിച്ചാൽ വായനക്കേ വരൂന്നേ പറയൂ. നമ്മുടെ ആയിട്ടില്ലെന്നേ, നമ്മളതിന് പാകമായിട്ടില്ല, ഞാൻ അതിന് പാകമായിട്ടില്ല എന്ന ബോധ്യം ലോകത്തിൽ എന്നെക്കാളും കൂടുതൽ ആർക്കുള്ളത്? ജീവിതവും പറച്ചിലും ഒന്നായി തീരണ്ടേ? ആളുകളെ സുഖിപ്പിച്ചാൽ മതിയോ? ഇത് വന്ന് പെട്ടതാട്ടോ ഇവിടെ. ഇനി അതും പറയാം, പെട്ടുപോയതാ. അങ്ങനെ ആചാര്യസ്ഥാനത്ത് ഇവിടെ ഇരിക്കാറേ ഇല്ല, വായനയുടെ ഭാഗത്ത് ഇരിക്കാറുള്ളൂ. അപ്പൊ തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരെ മൃത്യുവിൽ നിന്നും മരണഭയത്തിൽ നിന്നും മോചിപ്പിക്കാത്ത ഗുരുവല്ല. കാരണം അവരൊരു വീഴ്ച വീണാൽ പിന്നാലെ നടക്കുന്ന നമ്മളൊക്കെ വീഴും. ശരിയല്ലേ? അപ്പോൾ വിടാത്ത ആളെയാണ് പിടിക്കേണ്ടത്. എനിക്ക് പോയി ആളുകൾ വന്ന് നമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ പേടിയാണ്. ഒന്നുകിൽ കാലും വലിച്ച് ശ്രദ്ധ മാറ്റും, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് നമസ്കരിക്കും. ഈ നമസ്കാരം വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. നമ്മൾ ഒരാളെ നമസ്കരിക്കുമ്പോൾ നമ്മളിലുള്ള പാപശക്തി മുഴുവൻ അങ്ങോട്ട് സംക്രമിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാനുള്ള ശക്തി ഇപ്പുറത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അടിച്ചു പോവും. അതിൻ്റെയൊക്കെ പോസിറ്റീവ് എനർജി ഭയങ്കരമാണ്, തമാശ പറയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്, ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയിക്കോട്ടെ, അങ്ങോട്ട് ഒന്ന് നമസ്കരിച്ചേ. അപ്പോൾ സൂക്ഷിക്കണം. അപ്പം അങ്ങനെ ശിഷ്യന്മാരെ നേർവഴിക്ക് നടത്താത്ത ഗുരുവല്ല. കിട്ടിയില്ലേ? പിന്നെയോ സ്വജനോ ന സസ്യാത്. സ്വജനഃ, സ്വസ്യ ജനഃ, എൻ്റെ ആള്, സ്വന്തം ആള്. ആരാ? ബന്ധു. നേർവഴിക്ക് നടത്താത്ത ബന്ധുവല്ലാന്ന്. യഹ സമുപേത മൃത്യും ന മോചയേത് സഹ സ്വജനഃ ന സ്യാത്. അയാളെ ബന്ധു എന്ന് വിളിക്കാൻ പറ്റില്ല. കുഴി ചാടിക്കുന്ന ആളുകളാണോ ബന്ധു എന്ന് വിളിക്കാൻ പാടില്ല. 2 പേര് കൂടി കാശിക്ക് പോയി. തീർത്ഥാടനത്തിനൊക്കെ ഒറ്റയ്ക്കേ പോകാം കേട്ടോ, തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്. കാശിക്ക് പോയി. അങ്ങനെ പോയി കാശിയിലിറങ്ങി. ഈ വിദ്വാനാണെങ്കിൽ കാശി, അയോധ്യ, മധുര, ഹരിദ്വാർ ഒക്കെ പോകണം എന്ന് കരുതി പുറപ്പെട്ടതാണ്. കൂടെ കൂട്ടിയ ബന്ധു കാശി കഴിഞ്ഞപ്പോഴേ, അതേ നമുക്ക് തിരിച്ചു പോയാലോ, എന്ത് അമ്പലങ്ങൾ കയറി നടക്കണ്, അറിഞ്ഞപ്പോൾ ആഗ്രഹമല്ലോ താജ്മഹലിലോ ഒക്കെ പോവുകയാണെങ്കിൽ പിന്നെങ്കിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ട്. എന്താ അങ്ങനെ പറയുകയാണെങ്കിലോ നമ്മളിലുള്ള ആ നല്ല ബുദ്ധി നശിക്കും. തമ്മ് തെറ്റണ്ട വെച്ചിട്ട് തിരിച്ചും കടന്ന പോരും. അപ്പോൾ നേർവഴിക്ക് നയിക്കാത്ത ബന്ധുവല്ല. സ്വജനഃ ന സ്യാത് പിതാ സഹ ന സ്യാത്. മക്കൾ ഉണ്ടാവൽ എളുപ്പം കഴിയും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കപ്പെടാൻ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. 3 നേരം വെട്ടി വിഴുങ്ങാനുള്ളത് വെച്ചു കൊടുത്താൽ അച്ഛനാവുമോ അമ്മയാവുമോ? അങ്ങനെ ഒരു ധാരണ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ട്. ആവുമോ? ഹോട്ടലിൽ പോയാൽ കിട്ടില്ലേ? ഹോട്ടലിന് അച്ഛൻ എന്ന് വിളിക്കുമോ? കാശ് കൊടുത്താൽ ഒക്കെ കിട്ടും. അച്ഛനാവല എങ്ങനെയാ? സമുപേത മൃത്യും
മോചയേത്, നേർവഴിക്ക് നടത്തണം. അച്ഛൻ്റെ ധർമ്മം അവൻ നല്ല വഴിക്ക് നടക്കുന്നത് വരെയുണ്ട്, അമ്മയുടെ ധർമ്മം അതുവരെയുണ്ട്. പിന്നാലെ ശ്രദ്ധിച്ച് നടക്കണം. പിന്നാലെ നടക്കുക എന്ന് പറയുമ്പോഴും അവനവൻ്റെ പദം തെറ്റരുത്. ഞാൻ വയ്ക്കുന്ന കാല അബദ്ധത്തിൽ ചാടുകയും ചെയ്യുക, എന്നാ മക്കളെ കാല് കുഴിയിൽ ചാടാണ്ട ഞാൻ നോക്കുകയും ചെയ്യുക. അങ്ങനെ പറ്റുമോ? ഞാനും കുഴിയിൽ ചാടാൻ പാടില്ല അല്ലേ? ആചരിച്ച് കാണിക്കണ്ടേ? ഈ ലോകത്തിൽ എൻ്റെ ഏറ്റവും വലിയ മാതൃക എൻ്റെ അച്ഛനാണ് എന്നൊരു കുട്ടി, ഏത് കുട്ടിയെ പറയാ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടോ എനിക്ക് മോഡൽ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് പറയണ്ട? എന്താ കാര്യം? അടിയിട്ടാഞ്ഞിട്ടാ? നാലെണ്ണം കൊടുത്താൽ ചിലപ്പോൾ പറയും. അവനാരെയാ മാതൃകയാക്കുന്നത്? അവനാരെയാ മാതൃകയാക്കുന്നത്? അല്ലേ? മറ്റുള്ളവരല്ലേ? കാരണം അവൻ കാണുന്നത് കൂടുതൽ അതാണ്. അവനിവിടെ വന്നാൽ കാണാനൊന്നുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണിത്. പിതാന സസ്യാത്, പിതൃത്വം ചില്ലറ കേസൊന്നുമല്ല. ആത്മാവൈജായതേ പുത്ര എന്നാ പറയാ. സ്വന്തം ആത്മാവ് തന്നെയാണ് പുത്രനായിട്ട് പറക്കുന്നത്. എന്തുകൊണ്ടാണ് അമ്പലത്തിൽ തന്ത്രിയെ ക്ഷേത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്? ക്ഷേത്രത്തിൻ്റെ പിതാവ് ആരാ? തന്ത്രി എന്ന് പറയാറില്ലേ? എന്താ കാര്യം? ആ വിഗ്രഹത്തിൽ ആവാഹിക്കുന്ന ഈശ്വര ചൈതന്യം എവിടുന്ന് വരുന്നതാ? നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, സംശയമുണ്ട് അല്ലേ? തന്ത്രി തൻ്റെ പ്രാണശക്തിയുടെ ഒരു അംശത്തെയാണ് ആവാഹിച്ചതിൽ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് പിതൃത്വം. വെറുതെ പറയില്ല, ഇതൊക്കെ തത്വങ്ങളുണ്ട്. അപ്പോൾ മക്കളെ നേർവഴിക്ക് നയിക്കാത്ത അച്ഛൻ അച്ഛനല്ല. ജനനി ന സാ സ്യാത്, സാ ജനനി ന. അങ്ങനെയുള്ള അമ്മമാർ ധാരാളമുണ്ട് അല്ലേ? പ്രസവിച്ച് മക്കളെ വിൽക്കുന്നവരില്ലേ, വാടകയ്ക്ക് പ്രസവിക്കുന്നവർ. അങ്ങനെ ആവരുതെന്ന. അതുകൊണ്ടാണ് ഈ നൊന്ത് പ്രസവിക്കുന്ന അമ്മമാരുണ്ടല്ലോ, വേദന അനുഭവിച്ച് പ്രസവിക്കുന്ന അമ്മമാർ, അവരാണ് ശരിക്കും മാതൃക്കൾ. അവരെ കുറ്റം പറയാൻ വേണ്ടി പറയല്ല. പക്ഷെ ആ വേദനയുടെ ഫലം അതനുഭവിക്കുന്നത് അവരാ. മകൻ കുറ്റവാളിയാണെങ്കിൽ പോലും ആ അമ്മ മകനെ തള്ളി പറയില്ല. അപ്പൊ നേർവഴിക്ക് മക്കളെ നയിക്കാത്ത അമ്മ അമ്മയല്ല. ദൈവം ന തത് സ്യാത്, തത് ദൈവം ന സ്യാത്. ഭക്തനെ, ഉപാസകനെ നേർവഴിക്ക് നയിക്കാത്ത മൂർത്തി മൂർത്തിയല്ല. ദിവസേന തേവാരുണ്ട്, മച്ചിൽ കയറി ഗംഭീരായിട്ട് പൂജാ നിവേദ്യം ഒക്കെ ഉണ്ട്. മൂപ്പരിക്കുള്ളത് മൂപ്പര് ശാപ്പിടും. ആര്? ദൈവം. പക്ഷെ ഇയാളെ നേരെയാക്കണം എന്നുള്ള മോഹം മൂപ്പർക്കില്ലെങ്കിൽ എന്ത് ദൈവ ചോദിക്കില്ലേ? എന്താ ഒരു ഉഷാറല്ലേ? എന്നാ 9 മണിക്ക് തുടങ്ങിയോ മാഷെ? അപ്പം മുമ്പിലിരിക്കുന്ന ഉപാസകനെ നേർവഴിക്ക് നയിക്കണം. അപ്പോഴേ ആ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാനാവൂ. കിട്ടുന്നതൊക്കെ വാങ്ങി നേദ്യരൂപത്തിൽ തിന്നുന്ന ആളെ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ പാടില്ല, പറ്റില്ല. ദൈവം ന തത് സ്യാത്. സഹ പതിഹി ന സ്യാത്. അയാളെ ഭർത്താവെന്നും വിളിക്കാൻ പറ്റില്ല. വിവാഹം കഴിച്ച് പത്നിയാക്കി കൂടെ കൊണ്ടുവന്ന സ്ത്രീയെ നേർവഴിക്ക് നയിക്കാത്ത ഭർത്താവ് ഭർത്താവല്ല. ഓർമ്മ ഉണ്ടോ ആ മന്ത്രമൊക്കെ? അന്ന് ആ മണ്ഡപത്തിൽ ചൊല്ലിയ മന്ത്രമൊക്കെ ഓർമ്മ ഉണ്ടോ? ഇല്ലേ? ചൊല്ലിയില്ലേ? എന്താ ചൊല്ലിയത്? എന്താ ചൊല്ലിയത്? ആ മാല അങ്ങോട്ടിട്ട് താലി ഇങ്ങോട്ട് കെട്ടി. മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന കണ്ഠേ ബധ്നാമി സുഭഗേ ത്വം ജീവശരദാം ശതം. നമ്മുടെ ജീവിതത്തിന് കാരണമായിട്ടുള്ള ഈ തന്തു മാംഗല്യസൂത്രം കഴുത്തിൽ കെട്ടുകയാണേ 100 ശരത്കാലം ജീവിക്കുമാറാവട്ടെ എന്നും പറഞ്ഞ് ഇറക്കി കൊണ്ടുവന്നിട്ട് ആലോചിച്ചോ, എന്താ ഇപ്പോഴത്തെ ഒരവസ്ഥ? മിണ്ടണ്ടല്ല?
ഞാനടക്കമുള്ളവരുടെ കാര്യം കേട്ടോ ഇപ്പോഴും അല്ലേ, മിണ്ടാതിരിക്കുകയാണ് ഭേദം. കഴിഞ്ഞുകൂടണ്ടേ? അപ്പോൾ നേർവഴിക്ക് നയിക്കാൻ എല്ലാ മേഖലയിലും ശ്രമം ഉണ്ടാവണം. അത്യാവശ്യം എല്ലാം പറഞ്ഞില്ലേ? ഗുരു പറഞ്ഞു, പിതാവിനെ പറഞ്ഞു, അമ്മയെ പറഞ്ഞു, ഈശ്വരനെ പറഞ്ഞു, ഭർത്താവിനെ പറഞ്ഞു, ബന്ധുവിനെ പറഞ്ഞു. ഇവർ മാത്രമല്ല കുറ്റക്കാർ. അതാണ് പറഞ്ഞത്, നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മളാണെങ്കിലും മറ്റൊരാളെ നല്ലതേ ഉപദേശിക്കാൻ ശ്രമിക്കാവൂ. പുതിയ ഒന്ന ആളുകൾക്ക് സംശയമായി, അല്ല എങ്ങനെയാ അപ്പം നേരെയാക്കേണ്ടത്? നേർവഴി എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ വരണമായിരുന്നു. 25 തരം നന്നാക്കൽ പ്രക്രിയകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് മറച്ചു നോക്കിയാൽ മതി, ഇത് കയ്യിലില്ലേ? അതിലൊന്ന് സ്വീകരിച്ചാൽ മതി എന്നേ. 25 അവിടെ ഇരിക്കട്ടെ. ഒന്ന്, ആ നന്നാക്കൽ പ്രക്രിയ ഈ മേഖലയിലൊക്കെ ഒന്ന് പയറ്റി നോക്കണം. ഞാനിപ്പോഴും ആലോചിക്കുക, വിവാഹം കഴിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ എറണാകുളത്ത് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയി. സംസാരിച്ചു. ആദ്യം പറഞ്ഞതേ എന്താ അറിയോ? നീ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മാത്തമാറ്റിക്സാണ്. അപ്പോൾ ചോദിച്ചു, സംസ്കൃതം പഠിക്കണം. സംസ്കൃതം പഠിച്ച ആളെ വിവാഹം കഴിക്കൂ എന്ന് എൻ്റെ ഒരു സങ്കല്പമുണ്ട്. വല്ലപ്പോഴൊക്കെ സംസ്കൃതം സംസാരിക്കണം തോന്നിയാൽ ഒരാൾ വേണ്ടേ? അപ്പോൾ ഞാൻ വെച്ചത് പറ്റില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ ഉടനെ പറഞ്ഞു, നിശ്ചയത്തിന് മുമ്പ് പഠിച്ചിരിക്കും. നിശ്ചയം പഠിച്ചു. ഇപ്പം അത്യാവശ്യം സംസ്കൃതത്തിൽ സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷെ അവിടുന്ന് മുന്നോട്ട് പോയിട്ടില്ല, അവിടെ കിടന്നത്. സംസാരിക്കും. അപ്പം എന്താ പറഞ്ഞു വന്നത്? നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ ബാക്കി ഇതിനെക്കുറിച്ച് അറിയാത്തവർ ആ കഴിഞ്ഞ ശ്ലോകങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നമുക്ക് വേണം. ചപ്പാത്തിയും പൊറോട്ടയും അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ മനസ്സിൽ കമ്പം കയറി കഴിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എന്ത് കഴിച്ചാലും നമ്മൾ ജീവിക്കില്ലേ? 100 രൂപയുടെ ചെരുപ്പിട്ടാലും 1000 രൂപയുടെ ചെരുപ്പിട്ടാലും കാലിനൊരു പോലെയാണ് അല്ലേ? മനസ്സിൻ്റെ താളം മാറാതെ സൂക്ഷിക്കുക. വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ സമുപേത മൃത്യുക്കളാണ്. അതുകൊണ്ട് വൈകാതെ ആ കയറങ്ങോട്ട് പിടിക്കുക. ഏത് കയറാണ് പിടിക്കാൻ പറയണത്? ഈശ്വരൻ നമുക്ക് ഇട്ട് തരുന്നൊരു കയറുണ്ട്, ഭക്തിയാകുന്നൊരു കയറ്. രണ്ട് പിടിച്ചോളാം. മറ്റേതിൽ ചൊല്ലാറില്ലേ, വലിയൊരു കാട്ടിലകപ്പെട്ടേനഹം വഴിയും കാണാതെയുഴലുമ്പോൾ വഴിയിൽ നേർവഴിയരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശം. ആ നേർവഴിയാണ് ഇവിടെ പറഞ്ഞത്. അത് വീണ്ടും അത് എടുത്തെടുത്ത് പറയാൻ കാരണം നമ്മളൊക്കെ വീടിൻ്റെ വിളക്കുകളാണ് അല്ലേ? വീടിൻ്റെ വിളക്കുകളാണ്. ഗൃഹസ്ഥനാണെങ്കിലും ഗൃഹസ്ഥയാണെങ്കിലും നമ്മളെ ആശ്രയിച്ചാണ് ആ വീട് നിൽക്കുന്നത്. ആ നേർവഴി നമുക്കും ബാധകമാണ്, മക്കൾക്ക് മാത്രമല്ല. അവിടെ നിർത്താം അല്ലേ? ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തത് സ്യാത് ന പതിശ്ച സസ്യാത് നമോചയേദ്യഃ സമുപേത മൃത്യും. നോക്കൂ, അടുത്ത ശ്ലോകം എന്താ? ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതോ മേ യദധർമ്മ ആരാത് അതോ ഹി മാം ഋഷഭം പ്രാഹുരാര്യാ.
ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മ. പൃഷ്ഠേ കൃതോ മേ യദധർമ്മ ആരാദതോ ഹി മാം ഋഷഭം പ്രാഹുരാര്യാ. ഒന്ന് രണ്ടുപേരും ഒന്നിച്ചു ചൊല്ലാം. ഇദം ശരീരം പലരും വായ തുറക്കുന്നേ ഇല്ല. ഒന്നുകൂടി ചൊല്ലി വയ്ക്കാലോ. ആ, ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതഃ മേ യത് അധർമ്മ ആരാത് അതഃ ഹി മാം ഋഷഭം പ്രാഹുഃ ആര്യാഃ. ഇവിടെ ഭഗവാൻ പറയുകയാണ് മക്കളോടായിട്ട്, മമ ഇദം ശരീരം ദുർവിഭാവ്യം. മമ ഇദം ശരീരം ദുർവിഭാവ്യം. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഞാൻ ഋഷഭദേവനെ കുറിച്ചല്ല, ഈ ഇരിക്കുന്ന എന്നെക്കുറിച്ച് വല്ലതും അറിയോ? ഈ രമേശൻ മാഷ് പറഞ്ഞതല്ലാണ്ട് വല്ലതും അറിയോ? അല്ലേ? സത്യമല്ലേ? ഈ ചങ്ങാതി ഏതാണ്, എന്താ സ്വഭാവം, എന്താ രീതി, വല്ലതും അറിയോ? ഇല്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞെന്താ? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് എൻ്റെ ഈ രൂപം. അനന്തമജ്ഞാതമവർണ്ണനീയം. ഉപനിഷത്തുക്കൾ പറയും അചിന്യം, അപ്രമേയം, അവിതർക്യം, അജ്ഞാതം, അദൃശ്യം, അവ്യക്തം, അരൂപം, ഇങ്ങനെ എന്തൊക്കെയാ അല്ലേ? അപ്പോൾ വിഭാവനം ചെയ്യാൻ എന്താ വിഭാവനം ചെയ്യുക? സങ്കല്പിക്കുക. ഭഗവത് രൂപം, ഭഗവത് ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലപ്പുറം അല്ലേ? ഇന്നതാണ് ഭഗവത് രൂപം. നമുക്ക് ഏകദേശമൊക്കെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ കൃത്യമായിട്ട് ആ വിശ്വരൂപത്തെ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. അതാണ് മമ ഇദം ശരീരം ദുർവിഭാവ്യം. സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്രയ്ക്കും വിശാലമാണ്. അങ്ങനെ ആവാൻ കാരണം എന്താ? ഹി എന്തെന്നാൽ, ഹി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, വൈ ഇറ്റ് ഈസ് സോ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ നമ്മൾ? എന്തെന്നാൽ, ഇതുകൊണ്ടാണ് അങ്ങനെ ആയി തീർന്നത്. എന്തെന്നാൽ മേ ഹൃദയം സത്വം. എൻ്റെ ഹൃദയം ഉണ്ടല്ലോ, എൻ്റെ ഉൾഭാഗം, ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ഓരോരുത്തർക്കും ഓരോന്നാവില്ലേ? നമ്മൾ ചിന്തിക്കുന്ന പോലെ ഉണ്ടാവുക. വാസ്തവത്തിൽ ഹൃദയമാണെന്നാണ് പറയുക. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പോലും ഹൃദയം പ്രവർത്തനക്ഷമമായ ശേഷമാണ് ബാക്കി അവയവങ്ങളുടെ വികാസം നടക്കുക എന്നാണ് പറയുക. മെയിൻ സ്വിച്ച് വയ്ക്കാതെ ബാക്കി സ്വിച്ച് വെച്ചിട്ട് കാര്യമുണ്ടാവും ഇല്ല. അപ്പോൾ മേ ഹൃദയം സത്വം ഭവതി. ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഹൃദയം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ എന്നത് ഈ ശരീരമല്ല. ആണോ? ആണെങ്കിൽ മരിച്ചാലും അയാളെ ആ പേരിൽ വിളിക്കണ്ടേ? ഗോപാലേട്ടാ എന്ന് വിളിക്കണ്ടേ? ഇല്ല, വിളിക്കണില്ലല്ലോ. ഗോപാലേട്ടൻ്റെ ബോഡിയല്ലേ കിടക്കുന്നത്. അപ്പോൾ വിളിച്ചത് ഗോപാലേട്ടൻ ശരീരത്തെ അല്ല.
നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ഹൃദയം സത്വമാണ്. ഇവിടെ സത്തിൻ്റെ ഭാവമാണ് സത്വം അല്ലേ? എന്താ സത്ത്? അതറിയില്ല. അസത്ത് അറിയും. വിളിച്ചും കേട്ടു അതാണുള്ള ശീലം. അസത്തെ നേരെ ഓപ്പോസിറ്റ്. സത്ത്, ഉണ്മ, ഉള്ളത്. അപ്പം എൻ്റെ ഹൃദയം ഉണ്മയാണ്. മേ ഹൃദയം സത്വം. മാത്രമല്ല അത് ധർമ്മം കൊണ്ട് നിറഞ്ഞതാ. ഞാൻ ധാർമ്മികനാണ്. ധർമ്മം ചിന്തിക്കുക, ധർമ്മം പ്രവർത്തിക്കുക, ധർമ്മം കാണുക. എന്നിട്ടതിൽ പറയില്ലേ, ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാ സ്ഥിരൈരംഗൈഃ. കേട്ടുണ്ടോ? കണ്ണുകൊണ്ടും എന്തുകൊണ്ടും നമ്മൾ കാണുന്നതും ചെയ്യുന്നതൊക്കെ ഭദ്രമായിരിക്കണം. അതാണ് സത്വസമ്പന്നമാണ് എൻ്റെ ഹൃദയം എന്ന് പറയാൻ കാരണം. അതിൽ മറ്റൊരു ചിന്ത വരില്ല, ഒരിക്കലും വരില്ല. ധർമ്മപൂരിതമായ ഹൃദയം. ഈ സത്വഗുണം ഉണ്ടെങ്കിലേ ജ്ഞാനുണ്ടാവും. 3 ഗുണങ്ങളെപ്പറ്റി കേട്ടില്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. പുസ്തകങ്ങൾ വാങ്ങണമെന്നും പുസ്തകങ്ങൾ വായിക്കണമെന്നും വായിച്ചത് എഴുതി വെക്കണമെന്നും ഇടയ്ക്കൊന്നെടുത്ത് മറിച്ച് നോക്കണം എന്നൊക്കെ തോന്നണമെങ്കിൽ ഉള്ളിൽ ലേശം ഈ സത്വം ഉണ്ടാവണം. വാങ്ങൽ ഗംഭീര, കൊണ്ടുവയ്ക്കും. എന്നിട്ടോ എൻ്റെ അടുത്തത് ഇതൊക്കെ ഉണ്ട് കേട്ടോ, സാഹിത്യ സർവസ്വം 7 വാള്യം. എന്ത് കാര്യമുണ്ട്? ആ പബ്ലിഷേഴ്സിന് ഒരു 7 പുസ്തകം ചിലവായി എന്നല്ലാണ്ട് വലിയ ലാഭമൊന്നും അതിലില്ല. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കയ്യിലുള്ളത് വായിക്കണം. സത്വാത് സഞ്ജായതേ ജ്ഞാനം. വിവരം ഉണ്ടാവുന്നത് എവിടെയാ? ഈ സാത്വിക ബുദ്ധിയിൽ നിന്നാണ്. അത് വളർത്തണം. കുട്ടികളാണെങ്കിലും നമ്മൾ അതാണ് ആദ്യം പരിശീലിപ്പിക്കേണ്ടത്. അപ്പം അല്ലയോ മക്കളെ, എൻ്റെ ശരീരം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ഒന്നാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ശുദ്ധസത്വാത്മകമാണ് എൻ്റെ ഹൃദയം. ധർമ്മത്തിൻ്റെ വിളനിലമാണ് ഞാൻ. മാത്രമല്ല യത് അധർമ്മഃ മേ ആരാത് പൃഷ്ഠേ കൃതഃ. ഈ അധർമ്മം എന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഞാൻ എന്നോ വലിച്ചെറിഞ്ഞു. ആരാത്, ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. ധർമ്മപൂരിതമാണ് എൻ്റെ ഹൃദയം. ധർമ്മം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അധർമ്മം ഒഴിവാക്കണം. വേണ്ടേ? ഒരു സ്പേസ് വേണ്ട ഒരാൾക്ക് കയറിയിരിക്കാൻ. സ്പേസ് ഇല്ലാണ്ട് എന്നെ വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അധർമ്മത്തെ മുഴുവനായിട്ട് നീക്കം ചെയ്തു, അവിടെ ധർമ്മത്തെ നിറച്ചു. അതുകൊണ്ട് എന്തേ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതഃ ആര്യാഹ മാം ഋഷഭം പ്രാഹുഹു. വിവരമുള്ളവർ, ആര്യന്മാർ എന്നെ ഋഷഭൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അതോ ഹിമാം ഋഷഭം പ്രാഹുരാര്യാഹ. ആര്യന്മാർ, ശ്രേഷ്ഠന്മാർ. നമ്മളെയൊക്കെ മക്കളെ സ്കൂളിൽ SS പഠിപ്പിക്കുന്ന കാര്യം കേട്ടാൽ ആരാ ആര്യന്മാർ? അല്ലേ? ദ്രാവിഡന്മാർ, ആന, ചേന. ശബ്ദാർത്ഥം എടുക്കല്ല ആദ്യം വേണ്ടത്. ആര്യൻ, ശ്രേഷ്ഠൻ. ശ്രേഷ്ഠത ഉള്ളവർ. ഇതൊക്കെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കഥകൾ എന്നതിലപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങളും പുറത്തുനിന്ന് വന്നവരാണ്, അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കാനുള്ള യോഗ്യത ഇല്ല. ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ വന്നവരല്ലേ എന്ന് ചോദിക്കാനൊരു ചോദ്യം ഉണ്ടാക്കി എന്നതിലപ്പുറത്ത് അതിലൊരു ശാസ്ത്രമില്ല. ശരിയല്ലേ? ആര്യന്മാർ, ദ്രാവിഡന്മാർ. അപ്പം എന്നെ ഋഷഭൻ എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. ആരായി ഋഷഭൻ? സഞ്ചരിക്കുന്നവൻ. ഋഷുഗതൗ എന്നാണ് ആ ധാതു. ഋഷതി, ഋഷതി, സഞ്ചരതി ഇതി ഋഷഭഃ. വെറുതെ ഇരിക്കില്ല. അറിവ് വിതരണം. ഇപ്പം കണ്ടില്ലേ, ഭാരതത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ വിമാനങ്ങൾ അങ്ങോട്ട് പോയിട്ട് വിതരണം ചെയ്ത് ഇങ്ങനെ പോകണില്ലേ? ലാഹോറിലേക്ക്, ഇസ്ലാമാബാദിലേക്കൊക്കെ പോയി തിരിച്ചു വരുന്നുണ്ടല്ലോ.
ജീവിതം ഇതുപോലെ ആവണമെന്നാ, വിതരണം ചെയ്തുകൊണ്ട് പോകണമെന്ന്. ഋഷതി, അതാണ് ഋഷഭദേവൻ. അപ്പോൾ മക്കളെ വിളിച്ച് ഉപദേശിക്കാൻ കാരണം അത് തന്നെയാണ്. അത് സ്വഭാവമാണ്. മറ്റുള്ളവരെ അറിയണ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് സജ്ജനങ്ങൾ എന്നെ ഋഷഭൻ എന്ന് വിളിച്ചു. അപ്പം നമ്മൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയാൻ കാരണം ഇപ്പോഴെങ്കിലും മനസ്സിലാവണം. ശുദ്ധസത്വാത്മകമായ ഹൃദയം നമുക്കുണ്ടാവണം. നമ്മിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മക്കൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പം ഈ സ്വഭാവം അവർക്ക് പകരും. അപ്പം എൻ്റെ സ്വഭാവം തന്നെ മോശമാണെങ്കിൽ അത് അവനിലും അതുണ്ടാവും. അതെപ്പോഴാണ് ഉയരുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാത്വിക ജീവനം നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഗൃഹസ്ഥ ജീവിതം, ഗാർഹസ്ഥ്യം എന്നത് ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനുള്ളതല്ല. അനുഭവിച്ചോളൂ, ജനങ്ങൾ അനുഭവിക്കുന്ന മാതിരി സാമാന്യമായിട്ടൊക്കെ അനുഭവിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് വേണം? ഈ ആധ്യാത്മിക സാധന കൊണ്ട് നടക്കണം. അതാണ് ഭാരതത്തിൻ്റെ ബലം, സമ്പത്ത്. അതില്ലാതായാൽ പിന്നെ ഭാരതം ഇല്ല. ഭാസിൽ രതി എന്ന് പറയാറുണ്ടല്ലോ, പ്രകാശത്തിൽ അറിവിൽ ആഗ്രഹം. അതാണല്ലോ ഭാരതം. അത് നിലനിർത്തണമെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ അണുകുടുംബങ്ങൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. നാമജപം വളരണം. നിത്യനാമജപം മുടങ്ങരുത്. ആഹാരം മുടങ്ങിയാലും കുഴപ്പമില്ല, നാമജപം മുടങ്ങരുത്. പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി യാത്രയൊക്കെ കഴിഞ്ഞ് 10-11 മണിക്ക് വീട്ടിലെത്തി വിളിച്ചങ്ങോട്ട് ഇഞ്ഞപ്പോൾ 3 കഴിച്ച് കിടന്നാലോ ചിന്തിക്കും. പക്ഷെ കുളി കഴിഞ്ഞ് ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നാമം ചെല്ലാതെ വയ്യ. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതില്ലാണ്ട് വയ്യ. അവിടെ എത്തണം നമ്മൾ. അവിടെയാണ് ആ ഒരു നേരത്തെ പറഞ്ഞ കയറിലുള്ള പിടുത്തം മുറുക്കി പിടിച്ചോളണം. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹിമേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതോ മേ യദധർമ്മ ആരാധ അതോ ഹിമാം ഋഷഭം പ്രാഹുരാര്യ. മറ്റൊരിടത്ത് കൃഷ്ണൻ ഭഗവാൻ പറയുന്നുണ്ട്, അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ മനുഷ്യാവതാരം പൂണ്ടു വന്ന കഥകളൊക്കെ അല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ? എൻ്റെ പരമമായ ഭാവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ പരമമായ ഭാവം എന്താ? അതറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞ ദുർവിഭാവ്യമാണ് എൻ്റെ ശരീരം എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. അപ്പം ആ യാത്ര നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. എന്തിനാണ് ഈ ഒരു ശ്ലോകം ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അടുത്ത ശ്ലോകം പറയാനാണ്. എൻ്റെ ഹൃദയം ഇങ്ങനെയാണ്, ധർമ്മപൂരിതമാണ്, ധർമ്മസമ്പുഷ്ടമാണ് എന്ന് പറയാൻ കാരണം ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഃ, തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഃ സർവേ മഹീയാം സമമും സനാഭം. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഃ സർവേ മഹീയാം സമമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഃ സർവേ മഹീയാം സമമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. തസ്മാത് ഭവന്തഃ ഹൃദയേന ജാതാഃ സർവേ മഹീയാംസം അമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം
തത് ഭരണം പ്രജാനാം. തസ്മാത് ഹൃദയേന ജാതാഹ ഭവന്തഃ. മനസ്സിലായില്ലേ? ഞാൻ എന്താണ്, എൻ്റെ സ്വരൂപം, എൻ്റെ ശരീരം എന്താണ് എന്ന് പറഞ്ഞ് ഇതെങ്ങനെ ഉണ്ടായി, എൻ്റെ ഹൃദയം എങ്ങനെയാണ് ഉള്ളത്, ശുദ്ധ സാത്വികമാണ് എന്ന് പറഞ്ഞത് എന്തിനാന്ന് മനസ്സിലായോ? അതുകൊണ്ട് മക്കളെ, ഭവന്തഃ ഹൃദയേന ജാതാഹ. ഈ ഹൃദയത്തിൻ്റെ അംശങ്ങളാണ് നിങ്ങൾ, ആത്മാംശങ്ങളാണ് നിങ്ങൾ. അപ്പൊ എനിക്ക് ധർമ്മബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വേണം. ഒന്നേ രണ്ടിലേക്ക് പോകാവൂ അല്ലേ? അപ്പൊ നമ്മളിൽ നിന്ന് വേണം തുടങ്ങാൻ. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഹ. എൻ്റെ മക്കളാ നിങ്ങള്. നമ്മളൊക്കെ പറയാറുണ്ട്. എന്ത് ബേസിലാ നമ്മൾ എന്തേന്ന് പറയല്? ധർമ്മം ഉണ്ടോ? ഭക്തി ഉണ്ടോ? എന്താ? ഈ ശരീരത്തിൻ്റെ അർത്ഥത്തിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അല്ലേ? ഇല്ല. മക്കൾക്ക് കോട്ട് ചെയ്യാൻ, പിന്തുടരാൻ ഏതെങ്കിലും ഒരു നല്ലൊരംശം നമ്മളെടുത്ത് വേണം. അച്ഛൻ്റെ സ്വഭാവം, അച്ഛൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, രാവിലെ മുതൽക്ക് രാത്രിയുള്ള ആ രീതി, മിലിറ്ററി, എന്തെങ്കിലും ഒന്ന് വേണം. അവശേഷിപ്പിക്കണം നമ്മൾ. എല്ലാം വേണം കേട്ടോ, പക്ഷെ മിനിമം ഒന്ന് നമ്മൾ എറിഞ്ഞു കൊടുക്കണം. ഭവന്തഃ ഹൃദയേന ജാതാഹ. എന്നിൽ നിന്നുണ്ടായ നിങ്ങൾ, സത്വഗുണപ്രധാനികളായ നിങ്ങൾ, അമും മഹീയാംസം സനാഭം ഭരതം. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായിട്ടുള്ള ഭരതനെ, അതാരാ? സനാഭം. ഒരേ നാഭിയിൽ നിന്നും വന്നവരാ അല്ലേ? സഹോദരനാണ് സനാഭി. സനാഭൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഒരമ്മയ്ക്ക് പറഞ്ഞവരെന്നർത്ഥം. നിങ്ങളുടെ കൂടെയുള്ള ആളാണ് ഭരതൻ. പക്ഷേ മഹീയാംസം, 2 സ്റ്റെപ്പ് മുമ്പിൽ നടക്കുന്ന ആളാ. ഗുരുക്കന്മാരെപ്പോഴും പറയും, നമ്മൾ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒന്നിച്ച് സഞ്ചരിക്കണം. പക്ഷേ ഇത് പറയുന്ന ആൾ ആരാണെങ്കിലും 2 സ്റ്റെപ്പ് മുമ്പിൽ അയാൾ പോകണം. എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകണം. പക്ഷെ കൊണ്ടുപോകണമെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് മുമ്പിൽ നമ്മളുണ്ടാവണം. അത് എല്ലാ അർത്ഥത്തിലും. മാത്സര്യബുദ്ധിയല്ല. കുടുംബസ്ഥനാണ്, ഗൃഹനാഥനാണെങ്കിലും ശരി, കുടുംബത്തെ നയിക്കണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഒരു 2 സ്റ്റെപ്പ് അയാൾ മുമ്പിലുണ്ടാവണം. അച്ഛനെവിടെ? അച്ഛനെവിടെ? അത് അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ബഹുമാനവും പേടിയും സ്നേഹവും ആദരവും ഒക്കെ അങ്ങോട്ട് മക്കൾക്ക് തോന്നണം. അതാണ് 2 സ്റ്റെപ്പ് മുമ്പിൽ. അമും മഹീയാംസം സനാഭം ഭരതം. ഈ മഹാനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ഭരതനെ ഭവന്തഃ ഭജധ്വം. യൂയം ഭജധ്വം. നിങ്ങൾ ഭജിക്കണം. നാളേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. നിങ്ങളെല്ലാവരും ഈ ഭരതനെ സേവിക്കണം, പിന്തുടരണം. സഹോദരന്മാർ കുറേ ഉണ്ടാകുമ്പോൾ ആരാരെയാ പിന്തുടരുക? നീയോ ഞാനോ അല്ലേ? ഉണ്ടാവില്ലേ? ഒന്നാണെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ വളർന്നു വന്നോളും. 2 ബുദ്ധിമുട്ടായി. ദ്വിതീയാത് വൈഭയം. 2 എന്ന അതെവിടെ വന്നാലും അടിയും പിടിയും ലഹളയും നായാട്ടുമായി. ശരിയല്ലേ? അപ്പൊ എന്ത് വേണം? അക്ലിഷ്ടബുദ്ധ്യാ ഭജധ്വം. മാനസികമായിട്ടൊരു വിഷമവും ഇല്ലാതെ ക്ലേശവും ഇല്ലാണ്ട് വേണം സേവിക്കാൻ. മനസ്സാ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ വേണം സഹോദരനെ സേവിക്കാൻ. എങ്ങനെയപ്പം ഞാൻ ഓനെ സേവിക്കുക? സംഗതിൻ്റെ അനിയനൊക്കെ തന്നെയാണ്. എങ്ങനെയാ? അവൻ മഹാനാണ്. അവൻ ഭരതൻ മഹാനാണ്. അവനെ അനുസരിക്കണം. അക്ലിഷ്ടബുദ്ധിയ. ശരീരത്തിനോ മനസ്സിനോ ക്ലേശം ഉണ്ടാവരുത് സേവിക്കുമ്പോൾ. കാരണം അവനെ ഉൾക്കൊള്ളുക ഒരേ മനസ്സോടെ. എന്താ? തത് ശുശ്രൂഷണം. അച്ഛനുള്ള എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? അച്ഛന് വേണ്ടി ചെയ്യാനുള്ളത് അതാണ്. അച്ഛനെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറുങ്ങേന്ന് പറഞ്ഞിരിക്കണ്ട. മറിച്ച്
അതാ അവനെ പിന്തുടരുക, അവൻ പറഞ്ഞത് കേൾക്കുക. അത് തന്നെയാണ് എനിക്കുള്ള ശുശ്രൂഷ. പിതൃധർമ്മം അത് തന്നെയാണ് അല്ലേ? പ്രജാനാം ഭരണം ച, നാട്ടുകാർ ചെയ്യാനുള്ള സേവനം അത് തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമം അതാണ്. ഭരതനെ ഭജിക്കുക, ഭരതൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അച്ഛനെ പാലിച്ചതിനും സമായി, നാട്ടുകാരെ പരിപാലിച്ചതിനും സമായി. കാരണം ഭരതൻ ഇതിൽ വിപരീതമായിട്ടൊന്നും ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി സത്വഹൃദയേന ജാത. നിങ്ങളും അങ്ങനെയാണ്. ഈ എൻ്റെ സാത്വിക ഹൃദയത്തിൽ നിന്നുണ്ടായവരാണ്. അതുകൊണ്ട് ആ സഹോദരനെ നിങ്ങൾ പിന്തുടരുക, അനുസരിക്കുക. ഇത് തന്നെയാണ് പിതൃശുശ്രൂഷ, പ്രജാപാലനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ അനുഷ്ഠിക്കുക. മനസ്സിലാവുണ്ടോ? തുടർച്ചയായിട്ട് കേൾക്കുന്നവർക്കാണ് അതിൽ പെട്ടെന്നൊരു ലിങ്ക് കിട്ടുക. അല്ലാത്തവർക്ക് ഇങ്ങനെ കേട്ടിരിക്കാം, ഉച്ചയാവും എന്നല്ലാതെ പ്രത്യേകിച്ചൊരു അല്ലേ. നോക്കാം. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാ സർവേ മഹീയാം സമമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. മതിയല്ലോ അല്ലേ? അതുകൊണ്ട് ഇതൊക്കെ ഒരു ശ്ലോകം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇതിൻ്റെ തത്വം എന്താ? ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, 3 അക്ഷരം. എന്താ അത്? അത് നേരെയാവണം. ഹൃദയ. ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുക. സംസ്കൃതത്തിൽ ധാതുവിൽ നിന്ന് ആ പദങ്ങൾ ഉണ്ടാവുക. ഏത് പദത്തിനൊരു ധാതു ഉണ്ടാവും? ഹൃദയം എന്ന വാക്കിന് 3 ധാതുക്കളാണ്. എൻ്റെ അമ്മേ, ഇപ്പൊ രാമഹ, രമേശൻ എന്നൊക്കെ പറയുമ്പോൾ രമുധാതു ഉള്ളൂ. അതിൽ രമുധാതു, രമിപ്പിക്കുന്നവൻ. ഹൃദയത്തിലെ ഹൃ ഒരു ധാതു, ദ ഒരു ധാതു, യ ഒരു ധാതു. എന്താ മനസ്സിലാക്കണം തോന്നില്ലേ? കേൾക്കണം തോന്നുന്നുണ്ടാ? മോഡേൺ സയൻസ് പറഞ്ഞത്, ആചാര്യന്മാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ഹൃ ഹരിക്ക, ഹൃഞ്ഞ് ഹരണേ, കഴിച്ച ഭക്ഷണത്തിൽ നിന്നും സത്തിനെ വലിച്ചെടുക്കുക. ഹൃ ദാനേ. എന്നിട്ട് അതിനെ രക്തമാക്കി മാറ്റുക. എന്നിട്ട് ദദാതി, ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് കൊടുക്കുക. മാത്രമല്ല യാ ഗതൗ, ഇണ്ണ് ഗതൗ. അപ്പൊ എന്തായി? സഞ്ചരതി, അതിനെ ഞരമ്പുകളിലൂടെ കൊണ്ടുപോവുകയും ചെയ്യുക. 3 പ്രവൃത്തിയാണ് ഹൃദയം ചെയ്യുന്നത്. ഇതന്നെയല്ലേ മോഡേൺ സയൻസും പറയുന്നത്? ഇത് പാണിനി പറഞ്ഞു വെച്ചിരിക്കണോ? അതിവിടെ ഉണ്ട്. അത് നേരെയാക്കിയാൽ മതി. ഇതിങ്ങനെ കേമായിട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് നേരെയാവണം. ഇത് നേരെയാക്കാനാണ് ഇത് പണ്ടേ നേരെ ആയിരുന്നെങ്കിൽ ഭാഗവതം തന്നെ വേണ്ടി വന്നിരുന്നില്ല. വേണ്ടി വന്നിരുന്നോ? ഇല്ല. സത്യം. അപ്പൊ ഈ പുതിയ പുസ്തകങ്ങൾ, ശാസ്ത്രങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാ? 4 വേദങ്ങൾ മതിയായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഉപവേദങ്ങൾ വന്നു? അത് മതിയായിരുന്നല്ലോ. 18 പുരാണങ്ങൾ എങ്ങനെ വന്നു? അത് മതിയായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കാവ്യങ്ങൾ, ശാസ്ത്രം ഇതൊക്കെ വന്നു? നാടകങ്ങൾ. പഠിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. അപ്പം ലളിതമാക്കി കൊണ്ടുവരിക. എളുപ്പപ്പണി എന്താ? ഇതങ്ങോട്ട് നേരെയാക്കിയാൽ മതി. അസ്തു, അടുത്തേക്ക് പോവാം. ഭൂതേഷു വീരുദ്ഭ്യ ഉദുത്തമായേ സരീസൃപാസ്തേഷു സബോധനിഷ്ഠാ തതോ മനുഷ്യാ പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാ വിബുധാനുഗായേ. ഭൂതേഷു വീരുദ്ഭ്യ ഉദുത്തമായേ. ഞാൻ പോവുക കേട്ടോ. ഇന്ന് 2ാം ശനിയാഴ്ചയാണ്. അനവധി കാര്യങ്ങളുണ്ട്. അച്ഛൻ വയ്യാണ്ട കിടക്കുക. ഏട്ടനും എടുത്തമ്മയും മക്കളും തിരുവില്ലാമലയ്ക്ക് പോയി. പശു പറമ്പിലുണ്ട്. രാവിലെ 5:30 കെട്ടിയിട്ടാണ് വരുന്നത്. ഇനി 5:30 അയച്ചിട്ട് വൈകുന്നേരം. ഭൂതേഷു വീരുദ്ഭ്യ ഉദുത്തമായേ സരീസൃപാസ്തേഷു സബോധനിഷ്ഠാ തതോ മനുഷ്യാ പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാ
വിബുധാനുഗായേ. ഒന്ന് ചൊല്ലൂ. ഭൂതേഷു ഭൂതേഷു വീരുദ്ഭ്യഃ ഉദുത്തമാഃ യേ സരീസൃപാഃ തേഷു സബോധനിഷ്ഠാഃ തതഃ മനുഷ്യാഃ പ്രമഥാഃ തതഃ അപി ഗന്ധർവസിദ്ധാ വിബുധാനുഗാ യേ. ഋഷഭദേവൻ തൻ്റെ മക്കൾക്ക് ഉള്ള ഉപദേശം തുടരുക. ഈ ശ്ലോകം വളരെ രസകരമാണ്. ആരെ അപേക്ഷിച്ചാണ് കേമത്വം ഈ ലോകത്തിൽ? നിങ്ങൾ ഭരതനെ അനുസരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു വൈഷമ്യം ഇല്ലാതെ നിങ്ങൾ ഭരതനെ മനസ്സുകൊണ്ട് എങ്ങനെയാ അപ്പോൾ അവനെ അങ്ങോട്ട് ഞാൻ അനുസരിക്കുക തോന്നും അല്ലേ? അവനെന്താ ഒരുക്കി കൊടുക്കാൻ? ശരീരം കൊണ്ട് നമുക്ക് വൈഷമ്യം ഉണ്ടാവും. ഇതൊന്നും ഇല്ലാണ്ട് അക്ലിഷ്ട ബുദ്ധിയ ഭരതനെ സേവിക്കണം എന്ന് പറഞ്ഞ ശേഷമാണിത് പറയണത്. ഇനി മക്കൾക്ക് ആർക്കെങ്കിലും തൻ്റെ കേമത്വത്തെക്കുറിച്ച് അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ അവനേക്കാളും കേമനാണ് എന്ന് തോന്നണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. മക്കളെ, ഭൂതേഷു വീരുദ്ഭ്യഃ ഉദുത്തമാഃ. ഇത് വളരെ സമയമെടുത്ത് ചിന്തിച്ചില്ലെങ്കിൽ അർത്ഥം മനസ്സിലാവില്ല. മറ്റ് ശ്ലോകങ്ങളിൽ വിഭക്തിയും വിശേഷങ്ങളും ഒക്കെ നോക്കിയാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും. ഇത് ലേശം പെന്നും പേപ്പറും കൊടുത്തിരുന്നാലേ മനസ്സിലാവും. കാരണം കൃത്യമായിട്ട് അങ്ങോട്ട് പച്ചയ്ക്ക് പറഞ്ഞു പോയില്ല. ഭൂതേഷു മക്കളെ, ഭൂതങ്ങളിൽ, പ്രപഞ്ചവസ്തുക്കളിൽ ആദ്യം മികച്ചതാരാന്നറിയോ? പ്രപഞ്ചവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചേതനങ്ങളുണ്ട്, അചേതനങ്ങളുണ്ട്, ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്. അപ്പോൾ ആ രണ്ടിലാരാ കേമം? ചേതനങ്ങൾ. ജീവനുള്ളവ ജീവനില്ലാത്തവയെ അപേക്ഷിച്ച് കേമാണ്. ഒന്നാമത്തെ മനസ്സിലായില്ലേ? ഇനി ആ ജീവനുള്ളവയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുണ്ട്, നിൽക്കുന്ന വസ്തുക്കളുണ്ട്. മരങ്ങൾ നിൽക്കുകയാണ്, ജീവനില്ലേ? ഉണ്ട്. അപ്പം മരങ്ങൾ നിന്ന് വളരും, മറ്റത് നടന്ന് വളരും. അപ്പം ഇതിലാരാ കേമന്മാർ? നടന്ന് വളരുന്നവർ അല്ലേ? അപ്പോൾ സ്ഥാവരങ്ങൾ, ജംഗമങ്ങൾ. തുടക്കം മറക്കരുത് കേട്ടോ, ഞാൻ മറന്നാൽ ഇടയ്ക്കാൻ ചോദിക്കും. പ്രപഞ്ച വസ്തുക്കൾ രണ്ടാക്കി തിരിച്ചു: ചേതനം, അചേതനം. അതിൽ ചേതനങ്ങൾ ശ്രേഷ്ഠങ്ങൾ. ആ ചേതനങ്ങൾ വീണ്ടും മുറിച്ചു: സ്ഥാവരങ്ങൾ, ജംഗമങ്ങൾ. നിൽക്കുന്നവ, സഞ്ചരിക്കുന്നവ. അതിൽ കേമത്താർക്കാണ്? നടക്കുന്നവ. ആ നടക്കുന്നവയിൽ, സഞ്ചരിക്കുന്നവയിൽ ആദ്യം അങ്ങോട്ട് നീറ്റ് സഞ്ചരിക്കുകയല്ല, ഇഴഞ്ഞു പോണതുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ? സരീസൃപാഃ, വൃക്ഷലതാദികളെക്കാളും കേമത്വം. അതായത് സ്ഥാവരങ്ങൾ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇഴഞ്ഞ് സഞ്ചരിക്കുന്നവ. പാമ്പ്, തേള്, പല്ലി, ഈ ഇഴജന്തുക്കളൊക്കെ അതിൽ പെടും. സരീസൃപങ്ങൾ. സർപ്പന്തി ഇതി സർപ്പഃ. സർപ്പതി എന്ന് പറഞ്ഞാൽ ഇഴയ. അതുകൊണ്ടാണ് സർപ്പം എന്നുള്ള പേര് വന്നത്. സർപ്പഃ. സരീസൃപങ്ങൾ, ഇഴഞ്ഞ് സഞ്ചരിക്കുന്നവ. അപ്പം ചലിക്കുന്ന ജീവികളിൽ ആദ്യത്തെ ശ്രേഷ്ഠത ഇഴജന്തുക്കൾക്ക്. അത് കഴിഞ്ഞാലോ അവയെക്കാളും ലേശ അന്തം അധികമുള്ള ജാതികളുണ്ടാവും. പശുക്കൾ അല്ലേ? നാക്കാലികൾ, ഇരുകാലികൾ, ജന്തുക്കൾ, നാക്കാലികളൊക്കെ വരും. മൃഗങ്ങളിൽ നിന്ന് എടുക്കാം. ബോധനിഷ്ഠന്മാരായിട്ടുള്ള, എഴുന്നേൽക്കണം, ഉണ്ണണം, ഉറങ്ങണം എന്നൊക്കെ നമ്മളത്ര ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ബോധമുള്ള ജാതികൾ അവരുണ്ട്. അപ്പോൾ ആ ഇഴജന്തുക്കളെ അപേക്ഷിച്ച് നാക്കാലികളായിട്ടുള്ള മൃഗങ്ങൾ. പിന്നെയോ തതോ മനുഷ്യാഃ. ആ നാക്കാലികളായിട്ടുള്ള മനുഷ്യരെ കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ ഭേദാര? മനുഷ്യാഃ, ഇരുകാലികളായിട്ടുള്ള മനുഷ്യരാണ്. നമ്മൾ തുടക്കം മുതൽക്ക് ഇങ്ങനെ
ഇന്നത് കേമം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിലെത്തി അല്ലേ? നമ്മളെക്കാളും ശ്രേഷ്ഠത ആർക്കാന്ന് ചോദിച്ചാൽ തതോ മനുഷ്യാഹ പ്രമഥാഹ, മനുഷ്യരെക്കാളും ശ്രേഷ്ഠതയുള്ള വർഗം ഏതാണെന്നറിയോ? പ്രമഥകൾ. ആരാ ഈ പ്രമഥകൾ? ആദ്യമായിട്ട് കേൾക്കാവൂല്ലേ? ഭൂതപ്രേത പിശാചുക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതേ കേട്ടുള്ളൂ അല്ലേ? എന്നാൽ അതിലൊരു വിഭാഗമാണിത്. അതായത് നാനാരൂപധരായേ വൈ ജടാചന്ദ്രാർദ്ധമണ്ഡിത യോഗിനോ മദമാത്സര്യദംഭാഹങ്കാരവർജിത ക്ഷീണപാപാ മഹാഭാഗ ശംഭോ പ്രീതികരാഃ പരാ. ഇവരാണ് പ്രമഥകൾ, ശിവൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ, മഹായോഗികൾ. കാണാൻ സാധിക്കുകയോ? ഇല്ല. ഇപ്പം എനിക്കൊക്കെ പലപ്പോഴും പേടിയുണ്ടാവും ഇങ്ങനെ സദസ്സിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ, ഈ കാണുന്ന 150 പേരല്ല ഇവിടെ ഉള്ളത്, മനസ്സിലാക്കിക്കോളൂ. ഇതിൻ്റെ അകത്തൊക്കെ മഹായോഗീശ്വരന്മാർ പലരും ഇരിക്കുന്നുണ്ട്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അദൃശ്യമായിട്ട് നമ്മളെയൊക്കെ വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങൾ മുറിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? ചില മരം എത്ര മുറിച്ചാലും അതിൻ്റെ കൊമ്പ് ഓടിൻ്റെ പുറത്തേക്ക് തന്നെ വരും, വെയിലിട്ടാണ്ടിരിക്കാൻ. ഏതോ ഒരു കാരണവർ മരിച്ചു പോണ സമയത്ത് എൻ്റെ കുട്ടികൾക്കാരുണ്ട് എന്ന് ധർമ്മസങ്കടത്തോടെ മരിച്ചു പോയിണ്ടാവും. അത് അവിടെ കിടന്നിട്ട് അവിടെ പോയില്ലത്, അത് മരത്തിലൊക്കെ. പേടിണ്ട, ഒന്നിൽ നിന്നല്ല മറ്റൊന്നിലേക്ക് കയറുന്നത്. അപ്പം ആ മരത്തിലൊക്കെ കാരണവന്മാരുണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് കൊമ്പൊന്നും അങ്ങനെ വൻമരങ്ങളൊന്നും മുറിച്ച് കളയരുത്. മക്കൾക്ക് തണലായിട്ട് ഉണ്ടാവും. എത്ര വെട്ടിക്കളഞ്ഞാലും അത് മുളയ്ക്കും. അപ്പം ഈ പ്രമഥകൾ എന്ന് പറഞ്ഞാൽ ഇതല്ല, കുറച്ചും കൂടി സൂക്ഷ്മ ശരീരികളാണ്, ശിവന്റെ ഭൂതങ്ങളാണ്. പിന്നെയോ മതമാത്സര്യ ദംഭ അഹങ്കാരം ഒന്നുമില്ലാത്ത കൂട്ടരാണ് അവർ. എന്നാൽ ധ്യാനപരായണന്മാരായിട്ടുള്ള യോഗികളാണ്, ഉപദ്രവിക്കാനൊന്നും വരില്ല. അപ്പോൾ മനുഷ്യരെക്കാളും അടുത്ത സ്റ്റെപ്പ് ആർക്കാണ്? ഈ ഭൂതങ്ങളാണ്. പിശാചെന്നൊന്നും പറയരുത് കേട്ടോ, അത് വേറെയാ. ഭൂതഗണങ്ങൾ എന്നൊക്കെ പറയാം, മഹായോഗികളാ. ആ പ്രമഥകൾ കഴിഞ്ഞാൽ ഗന്ധർവസിദ്ധ വിബുധാനുഗായേ തതഃ പ്രമഥാഃ തതഃ ഗന്ധർവാഃ. കുറച്ച് പാട്ടിലും കൂത്തിലും ഒക്കെ താല്പര്യമുള്ള കൂട്ടർ അല്ലേ? എന്നാ ഭൂമിയിലിട്ട് ഇല്ലേനും നിലം വിട്ട് കളിക്കുന്നവരെന്ന് പറയാം. ഗന്ധർവന്മാർ, നിലം വിട്ടവർ അല്ലേ? നമ്മൾ ഇടയ്ക്ക് നിലയൊക്കെ വിടും അല്ലേ? ആ ഗന്ധർവന്മാർ അവര് ഈ ഭൂതങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. ഗന്ധർവന്മാരെക്കാളും കേവന്മാരാരാ? സിദ്ധാഹ, സിദ്ധന്മാര്. അത് കുറേ ഉണ്ട് കേട്ടോ, അതൊക്കെ പറയാൻ നിന്നാലും ഇവിടെ ചായ കുടിക്കാൻ പറ്റില്ല. അത് കുറേ ഉണ്ട്. സിദ്ധന്മാര്, സിദ്ധയോഗീശ്വരന്മാരെന്നൊക്കെ പറയും. വിബുധാനുഗാഹ, വിബുധന്മാര് ദേവന്മാരാണ്. ഇവിടെ ദേവന്മാരെ അല്ല പറഞ്ഞത്, വിബുധന്മാരെ അനുഗമിക്കുന്നവർ, അതാണ് അനുഗൻ. അനുഗാഹ, ദേവന്മാരെ അനുഗമിക്കുന്നത് കിന്നരാദികൾ. യക്ഷ കിന്നര ഗന്ധർവന്മാരെന്ന് ഒന്നിച്ചാണല്ലോ പറയുക. ഇവിടെ ഗന്ധർവന്മാർ ആദ്യം വന്നു, യക്ഷ കിന്നരാദികൾ പിന്നീട് വന്നു. അപ്പോൾ ഓരോരുത്തരെ അപേക്ഷിച്ച് ഇവർ കേമന്മാർ. മനുഷ്യൻ, ഭൂതങ്ങൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, യക്ഷ കിന്നരാദികൾ, അവരെക്കാളും ശ്രേഷ്ഠത ദേവന്മാർക്ക്. ആർക്കാണ്? ഭൂമിയിൽ നിന്ന് പിടിവിട്ടു, ഇപ്പോൾ മുളകായി. ഇപ്പോൾ ഭൂമിയിലെ മഹിമയൊക്കെ പറഞ്ഞ് കേമത്തൊക്കെ പറഞ്ഞ് മുളകെത്തി. ദേവന്മാർ, അവരെക്കാളും കേമന്മാർ. ദേവാസുരേഭ്യോ ഭഗവത് പ്രധാന. അടുത്ത ശ്ലോകത്തിലേക്ക് എത്തി. ഇതിൽ തപ്പണ്ട, അടുത്തേക്ക് പോയി. ഇത് രണ്ടും ഒന്നിച്ചാ. ദേവാസുരേഭ്യോ ഭഗവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവഃ പരസ്സോധ വിരിഞ്ച വീര്യ സമത്പരോഹം ദ്വിജദേവദേവ. ദേവാസുരേഭ്യോ ഭഗവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവഃ പരസ്സോധ വിരിഞ്ച വീര്യ
സമത്പരോഹം ദ്വിജദേവദേവ. പറഞ്ഞപ്പോൾ ദേവന്മാരിലെത്തി. എവിടെയാ തുടങ്ങിയത് ഓർമ്മണ്ട? സഹസ്രാമത്തിലാ? അചേതനത്തില്. ഇപ്പൊ എവിടെ എത്തി? ഇനി അവിടെ നിന്നാണ് പറഞ്ഞാൽ പോരെ. അസുരേഭ്യ ദേവാഹ. ദേവാസുരേഭ്യോ എന്ന് കാണുമ്പോഴേ സാമാന്യ സംസ്കൃതം പഠിച്ചു കയറി വന്ന ആൾക്കാരെ ദേവാസുരേഭ്യോ, ദേവാസുരന്മാർക്ക്, ദേവാസുരന്മാരിൽ നിന്നൊക്കെ ചിന്തിക്കും. സംഗതി അതല്ല. അത് പഴയ പ്രയോഗമാവുകൊണ്ട് ചെറിയൊരു സന്ധി മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. പക്ഷെ അത് പഴയ പ്രയോഗമായതുകൊണ്ട് ആർഷത്വാദ് സാധു എന്നും പറഞ്ഞ് അങ്ങോട്ട് തള്ളേ പറ്റുള്ളൂ. അസുരേഭ്യ ദേവാഹ അതങ്ങനെ കൂട്ടി പറയാൻ പറ്റില്ല. ദേവാഹ അസുരേഭ്യ വേറെ തന്നെ പറയണം. കൂട്ടിയാണ് പറഞ്ഞു ദേവാസുരേഭ്യോ. പണ്ടുള്ളവർക്കൊക്കെ എന്തു ആവാലോ, നമുക്കല്ലേ പ്രശ്നമുള്ളൂ. നമ്മൾ പറയുമ്പോൾ വ്യാകരണ മിസ്റ്റേക്ക്, അവർ പറഞ്ഞാലോ അത് പഴയ ആൾക്കാരാണ്, ആണ്ട് മൈച്ചേക്കോ അല്ലേ. അസുരേഭ്യ ദേവാഹ. അതിലിടയ്ക്കൊരു കൂട്ടുണ്ട് അസുരന്മാർ. അപ്പം ഈ കിന്നര ഗന്ധർവന്മാർ, യക്ഷ കിന്നര ഗന്ധർവാദികൾ കഴിഞ്ഞാൽ പിന്നെ അസുരന്മാർക്ക് ശ്രേഷ്ഠത ഉണ്ടെന്നാണ്. സുരന്മാരല്ലാന്നേ ഉള്ളൂ, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. സുരന്മാർ, സുരനല്ലാന്നല്ലേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ രാവണനെ കുറിച്ചൊക്കെ. വല്ല കുഴപ്പമുണ്ടോ? ശരീരത്തിന് കുഴപ്പമുണ്ടോ? ഉപാസനയ്ക്ക് കുഴപ്പമുണ്ടോ? നമ്മളെക്കാളൊക്കെ വെച്ച ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഉപാസന, സഹസ്ര ഗായത്രി ഒക്കെ ഉണ്ട്. കേമായിരുന്നു. ജടാടവീകളജ്ജലപ്രവാഹപാവിതസ്ഥലേകളേവലംബ്യലംബിതാം ഭുജംഗതുംഗമാലികാം. നമ്മൾ ജന്മത്തിൽ രണ്ടുപേരും എഴുതിയിട്ടുണ്ടാ. പക്ഷെ ആ മൂപ്പര് ശിവതാണ്ഡവ സ്തോത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വ്യാഖ്യാനിക്കാൻ പോലും പറ്റില്ല. മോശക്കാരനായിരുന്ന. പിന്നെ എങ്ങനെ മോശക്കാരനായി? വേണ്ടാത്തത് ചെയ്യാൻ പോയിട്ടല്ലേ. അവനവൻ കല്യാണം കഴിച്ച ഒന്നകത്തുണ്ട്, അതുമായിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി. വെറുതെ ആലോചിച്ച് നോക്കൂ. ഇത് രാമൻ പറഞ്ഞു യുദ്ധസമയത്ത്. രണ്ടു കൂട്ടർ അപ്പുറം അപ്പുറം നിൽക്കുമ്പോൾ രാമൻ വിഭീഷണ തോണ്ടി, വിഭീഷണ അതാരാ നിൽക്കുന്നത്? അതല്ല എൻ്റെ ഏട്ടൻ. എന്തൊരു മാന്യന, ആജാനുബാഹു, എന്തൊരു തേജസ്സ. ഹൈ, അപ്പൊ ഈ സീതാപഹരണം എന്ന ഒരു കരട് ഇല്ലെങ്കിൽ നമസ്കരിക്കേണ്ട ആളാണ് കേട്ടോ ആ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം. നമ്മൾ രാവണൻ മോശക്കാരൻ ധരിക്കൊന്നും വേണ്ട. നമ്മളെടുത്തുമില്ല ഇങ്ങനത്തെ മോശത്തരങ്ങളൊക്കെ. അത് ഗ്രന്ഥമായിട്ട് മാറില്ല എന്നുള്ളൂ. സത്യല്ലേ? അംഗീകരിച്ചോളുക. രാവണന്റെ നല്ല ഗുണങ്ങൾ എടുത്തോളുക. പറയും രാമാധിപത് വർത്തിതവ്യം എന്ന രാവണാധിപത്. മക്കളെ രാമനെ പോലെ ആവണം, രാവണനെ പോലെ ആവണം എന്ന് പറയാമെങ്കിലും നല്ല ഗുണം ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. അവനവന് നന്നാവണമെങ്കിൽ. രാവണൻ അത് വേണ്ട, നല്ലതവിടെ കണ്ടാലും എടുക്കുക, അസുരനാണെങ്കിലും. അപ്പം അസുരന്മാർ കേമന്മാരെ തന്നെയല്ലേ. എന്നാൽ അവരെക്കാളും കേമത്താർക്കുണ്ട്? ദേവന്മാർക്കുണ്ട്. അസുരേഭ്യ ദേവാഹ. ആ ദേവന്മാരെ ഒന്നിച്ചു വിളിച്ചാൽ അതിലാര് കേമൻ എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ മഘവത് പ്രധാനാഹ. ഇന്ദ്രാദി ദേവതകൾ കേമന്മാർ, അതിൽ ഇന്ദ്രൻ മഘവാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. അവിടെ ഇന്ദ്രൻ. പിന്നെയോ ആ ദേവന്മാരെക്കാളും ശ്രേഷ്ഠത ആർക്ക് ചോദിച്ചാൽ ദക്ഷാദയോ ബ്രഹ്മസുതാഹ. ഈ ബ്രഹ്മസുതന്മാരായിട്ടുള്ള, ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള ദക്ഷൻ തുടങ്ങിയവർ, പ്രജാപതിമാർ, അവർ ദേവന്മാരെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. പിന്നെയോ ബ്രഹ്മസുതാസ്തു തേഷാം. ആ ബ്രഹ്മപുത്രന്മാരെക്കാളും ശ്രേഷ്ഠത ഭവഃ പരഃ. പിന്നെ ശ്രേഷ്ഠത ഉള്ളത് ഭവൻ, ശ്രീ പരമേശ്വരനാ, ശിവൻ. മനസ്സിലാവുണ്ടോ? ദക്ഷപുത്രന്മാരെക്കാളും ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ആളാരാണ്? ശിവനാണ്. അഥ വിരിഞ്ചവീര്യ. ശിവൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് വിരിഞ്ചവീര്യൻ. ഒറ്റ വാക്ക്, ബ്രഹ്മാവ്. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ആള് മാറിയിട്ടോ. അതാരാ? മഹാവിഷ്ണുവിൻ്റെ ഒരു പേരാ വിരിഞ്ച.
ആ വിരിഞ്ചനിൽ നിന്നും വീര്യം സ്വീകരിക്കുന്നവൻ. ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി എവിടെയാ? എവിടുന്നാ മൂപ്പര് പൊന്തി വന്നത്? ഭഗവാന്റെ നാഭീന്ന. അപ്പൊ വിരിഞ്ചനിൽ നിന്നും വീര്യം സ്വീകരിക്കുന്ന ആള് വിരിഞ്ച വീര്യൻ. ശിവനേക്കാളും കേമൻ ഈ വിരിഞ്ച വീര്യൻ ബ്രഹ്മാവ്. സമത്പരോ സഹ, ആ ബ്രഹ്മാവാണെങ്കിലോ മത്പരഹ. എപ്പോ നോക്കിയാലും നാരായണ നാരായണ നാരായണ. ആ ഭാഗവതം തുറന്നു നോക്കൂ, ഓരോ സ്കന്ധത്തിലും 2 തവണ ബ്രഹ്മസ്തുതി കാണാം. ഉണ്ടില്ലേ? ഭഗവാന്റെ പേരോ എവിടെയെങ്കിലും ഒരു കാഴ്ച കാണുകയും ചെയ്താൽ അപ്പം മൂപ്പർക്ക് സ്തുതിക്കണം. നതോസ്മിനാഥ എന്നും പറയാണ്ട് തുടങ്ങും അല്ലേ? ബ്രഹ്മസ്തുതി കണ്ടമാനുണ്ട്. ഒന്ന് തൊഴട്ടെ പോലുട്ടോ എന്നാ പറയാ ബ്രഹ്മാവ്. അപ്പൊ അദ്ദേഹം മത്പരഹ, മതുപാസക, എൻ്റെ ഉപാസകനാണ് ബ്രഹ്മാവ്. അപ്പൊ ശിവൻ കഴിഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവ് കഴിഞ്ഞാൽ ഇനി ആര്? ആ ബ്രഹ്മാവ് എന്നെ ഉപാസിക്കുന്നു. അതിനർത്ഥം എന്താ? പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഞാൻ. എന്നാ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ആരെയാ ഉപാസിക്കുന്ന അറിയോ? ദ്വിജദേവദേവ അഹം. ദ്വിജാഹ ഏവ ദേവാഹ യസ്യ സഹ ദ്വിജദേവദേവ. ആരായി? ദ്വിജദേവന്മാരെ ദേവതയായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ദ്വിജദേവന്മാരെന്ന് പറഞ്ഞാൽ 2 തരം ജന്മമുള്ളവർ. അതേതാ? ഒന്ന് ഗർഭപാത്രത്തിൽ നിന്നുള്ള വരവ്, 1. 2 വേദാധ്യയനം ചെയ്യുമ്പോഴുള്ള ലൈസൻസ് സമ്പാദിക്കൽ. ജന്മം കൊണ്ടല്ല കേട്ടോ പറയുന്നത്, കർമ്മം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ദ്വിജൻ, 2 ജന്മമുള്ളവർ, അതാണ് ദ്വിജന്മാര്. ബ്രഹ്മജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കുന്നവര് ബ്രാഹ്മണർ എന്നൊക്കെ പറയാം അല്ലേ? അപ്പൊ അതൊരു യോഗ്യതയാണ്. ഈശ്വരനെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മളൊക്കെ ആ പേരിൽ വിളിക്കാൻ അർഹന്മാരാണ്. അതിന് തറവാടൊന്നും വേണമെന്നില്ല. ഉണ്ടോ? ബ്രഹ്മ അധീതേ ബ്രഹ്മവേത്തി ഇതി ബ്രാഹ്മണ. ബ്രഹ്മത്തെ അറിഞ്ഞവരോ അറിയാൻ ശ്രമിക്കുന്നവരോ അവരാണ് ബ്രാഹ്മണര്. അപ്പൊ ഞാൻ ബ്രഹ്മാവ് എന്നെ ഉപാസിക്കുന്നു. ഞാൻ ഉപാസിക്കുന്നത് ആരെയാ? ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്ന അറിഞ്ഞ ഈശ്വരഭക്തന്മാരെ ഞാൻ അങ്ങോട്ട് ഉപാസിക്കുക. ആലോചിച്ച് നോക്കണം ഭഗവാന്റെ ഒരു അവസ്ഥയെ അല്ലേ? എവിടെയത്? ദ്വിജാഹ ഏവ ദേവാഹ യസ്യ സഹ ദ്വിജദേവദേവ. അപ്പൊ എന്നേക്കാളും കേമത്ത് ആർക്കുണ്ട്? എൻ്റെ ഭക്തന്മാർക്കുണ്ട്. പല ആളുകളും ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ബ്രാഹ്മണർ എന്നേക്കാളും കേമന്മാരാണ് എന്ന് ഇന്നുള്ള പൂണൂലിട്ട ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയാണ് ഇപ്പം നമ്മളൊക്കെ കേമനാണ്. നോക്കിയേ, അങ്ങനെ ഇല്ലല്ലോ. ഇതിട്ടത് കൊണ്ടായില്ല. ഈ പദ്ധതിക്കനുസരിച്ച് നടക്കണം. ജീവിതം യസ്യ ധർമാർത്ഥം ധർമ്മോരത്യർത്ഥമേവ ച അഹോരാത്രശ്ച പുണ്യാർത്ഥം തം ദേവാ ബ്രാഹ്മണം വിദു. ആരാ ബ്രാഹ്മണൻ? ജീവിതം ധർമ്മത്തിനായിക്കൊണ്ട് ഒഴിഞ്ഞു വയ്ക്കുക. അത് മാതൃഭൂമിയാവട്ടെ, മാതാവാവട്ടെ, പിതാവാവട്ടെ, കർമ്മഭൂമിയാവട്ടെ, എന്തോ ആവട്ടെ, ധർമ്മത്തിനുപരിയായി മറ്റൊന്നുമില്ല. സ്വധർമ്മേ നിധനം ശ്രേയ. ആ ധർമ്മത്തിന് വേണ്ടി മരണം പോലും ശ്രേയസ്കരമെന്ന് പട്ടാളക്കാർ പറയുന്നത് പോലെ പറയുന്നവനാവണം ബ്രാഹ്മണൻ. പണ്ട് അലക്സാണ്ടർ വന്ന് കാശിയിൽ ഗംഗാനദിക്ക് കുറുകെ ഒരു തോണിയിൽ നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ വലിച്ചു വാരിയിട്ട് കൊണ്ടുപോവുക വിദേശത്തേക്ക്. അപാരമായ തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുക. അങ്ങനെ ആ തോണിയിലിട്ട് കൊണ്ടുപോകുമ്പോൾ 1-2 300 ആളുകളെ പിടിച്ച് കയറ്റിയിരുന്നു അതൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്. തോണി ഗംഗയുടെ നടുക്കെത്താനായപ്പം ഓളത്ത് തള്ളി തോണി മറയും. നിറച്ച് ഗ്രന്ഥക്കെട്ടുകളാണ്, ഓലക്കെട്ടുകൾ. തോണി മറയും എന്ന ഗതി വന്നപ്പോൾ ഈ അലക്സാണ്ടർ ചെയ്തെന്താണെന്നറിയോ? നല്ല വലുപ്പമുള്ള ഓലക്കെട്ടെടുത്ത് വെള്ളത്തിൽ കിട്ടും. കനം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉടനെ ആ മനുഷ്യന്മാർ ചെയ്തെന്താണെന്നറിയോ? ഇവരങ്ങോട്ട് വെള്ളത്തേക്ക് ചാടി അതിർത്ത് ഇങ്ങോട്ട് ഇട്ടു. നിങ്ങൾ കൊണ്ടേക്കോന്ന് പറഞ്ഞു. അപ്പം ധർമ്മരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം പോലും സമർപ്പിച്ചവരാണ് ആര്?
അങ്ങനെയുള്ളവരെ അങ്ങനെ വിളിക്കാൻ പറ്റൂ. സ്വന്തം കാര്യം സിന്ദാബാദ് പറയുന്നവരെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ളവരാണ്, അവരെയാണ് ഞാൻ ഉപാസിക്കുന്നത് എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭക്തിയായിട്ട് നടന്നോളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ പോലും നമ്മുടെ പിന്നാലെ വരുന്ന, വെറുതെ പറയല്ലതൊന്നും. ജീവിതത്തിൽ അങ്ങനെ ഒരാഴ്ച നടന്നു നോക്കൂ, അനുഭവങ്ങൾ ഉണ്ടാവും. പല അനുഭവങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. നടക്കില്ലാന്ന് കണ്ട കാര്യങ്ങൾ നടന്നങ്ങോട്ട് പോണതാണ്. അത് എങ്ങനെ സംഭവിച്ചു? മാജിക്കോ ഇന്ദ്രജാലമോ ഒക്കെ തോന്നും നമുക്ക്. ഈ ലോകത്തിൽ സയൻസ് പോലും നിഷേധിച്ച കാര്യം കൺമുമ്പിൽ സംഭവിച്ചു നോക്കണം. അപ്പോൾ ആ ഭഗവത് ഉപാസന ചെയ്യാൻ നമുക്കും തോന്നും. അതുകൊണ്ട് അനുഭവമുള്ളവർ, അറിയുന്നവർക്ക് ജാനന്തയേവ ജാനന്തോ, അവിടെയും ബ്രഹ്മാവ് പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച് അല്ലേ? ആ പശുക്കിടാക്കളെ അതിൽ മറ്റേ ദശമത്തിൽ ആ ഭാഗത്ത് പറയുന്നുണ്ട്. മറച്ച സമയത്തെ അറിയുന്നവരറിഞ്ഞോട്ടെ, ഇതിലപ്പുറം കിംബഹൂക്തിയ, അധികം പറഞ്ഞിട്ട് എന്താ, ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്നും പറഞ്ഞ അവിടെ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നേക്കാളും ശ്രേഷ്ഠത എൻ്റെ ഭക്തന്മാർക്കാണ്. ഇത്രയും പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയാ? ഞാൻ പോലും ആരാധിക്കുന്നത് മക്കളെ ഈശ്വര ഭക്തന്മാരെയാണ് അല്ലേ? എൻ്റെ മക്കളാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളും അത്തരക്കാരായിട്ട് മാറണം. ഒരു സംശയവും വേണ്ട. ഭരതനെ അനുസരിക്കുക, ധാർമ്മിക ജീവിതം നയിക്കുക. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം? മാതാ ദേവതാ യസ്യ, അമ്മയെ ദേവതയായിട്ട് കാണുന്നവനായിട്ട് നീ മാറട്ടെ എന്ന് ഗുരു അനുഗ്രഹിക്കുക. 12 വർഷക്കാലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അടുത്ത ഗുരുനാഥനായിട്ട് ഇവൻ പോയി അവിടെ ഗുരുകുലം തുടങ്ങും. 12 കൊല്ലം. ഇന്നും ബേസിക് വിദ്യാഭ്യാസം 12 കൊല്ലല്ലേ? പഴയ തന്നെയായിട്ടൊന്നും പുതിയതൊന്നും ആരും ഉണ്ടാക്കിയില്ല. +2 12ാം കൊല്ലം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുമ്പോൾ മാതൃദേവോ ഭവ, ഗുരുദക്ഷിണ വെച്ച് നമസ്കരിക്കുമല്ലോ. അപ്പോൾ ഗുരുനാഥൻ പറയും യാനി യാനി അസ്മാകം സുചരിതാനി താനി സേവ്യാനി ന ഇതരാണി. മക്കളെ, ഈ 12 വർഷക്കാലം നിങ്ങൾ എൻ്റെ പലതരം സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നല്ലത് മാത്രമേ എടുക്കാവൂ, ചീത്തത് എടുക്കരുതേ. ചിലപ്പോൾ വെറ്റിലൊക്കെ കൂട്ടി 4 മുറുക്കിന്നൊക്കെ വരും ഞാൻ. അങ്ങനെ മുറുക്കി ശീലിക്കരുതിട്ട്. ന ഇതരാണി, എൻ്റെ ചീത്ത സ്വഭാവങ്ങൾ എടുക്കരുത്, നല്ല സ്വഭാവങ്ങൾ എടുത്തോളുക. എന്നിട്ട് പറയും മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. അപ്പം അമ്മയെ ദേവതയായിട്ട് കാണുന്നവനായിട്ട് നീ മാറട്ടെ, അച്ഛനെ ദേവതയായിട്ട് കാണുന്നവനായി നീ മാറട്ടെ, ആചാര്യനെ ദേവതയായിട്ട് മാറുന്നവനായിട്ട് നീ മാറണം. നാളും പക്കവും നോക്കാതെ വീട്ടിൽ കയറി വരുന്ന ആളെ ദേവതയായിട്ട് കാണുന്നവനായിട്ട് നീ മാറണം. ഈ രാഷ്ട്രത്തെ, ഈ ജനിച്ച മണ്ണിനെ ഈശ്വരനായിട്ട് കാണുന്നവനായിട്ട് നീ മാറണം എന്ന ഉപദേശം കൊടുത്തിട്ടേ ഗുരു ശിഷ്യനെ യാത്രയാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ രോമാഞ്ചം വരണം. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പരമ്പരയിലെ കണ്ണിയാണ് ഞാൻ. ഒന്ന് പത്രങ്ങളൊന്നൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. ഈ മണ്ണിനെക്കുറിച്ച് അഭിമാനിക്കുന്നവരുടെ സംഖ്യ ആ FB ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഊണിവിടെ, അതവിടെ. ആലോചിച്ച് നോക്കണം. ഇത് പറയാൻ പാടില്ല. പറഞ്ഞാൽ വർഗീയവാദി, അത് പറയുന്നവൻ സ്വർഗീയവാദി. ബാക്കിയുണ്ട് കൂട്ടിക്കോളുക. ഇനി ബാക്കി ചായ കുടിച്ചിട്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.